പ്രിയമുള്ളവരെ നമസ്കാരം. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടു പരിചയമുള്ള ഫുൾടോസർ രാജ് നമ്മുടെ സംസ്ഥാനത്തും വന്നു തുടങ്ങിയിരിക്കുന്നു. UDF സർക്കാർ അധികാരമേറ്റ് 5 നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് ഇടുക്കിയിൽ നിന്ന് തുടങ്ങി ഇന്ന് എറണാകുളത്തിൽ വന്ന് നിൽക്കുകയാണ്. പാവപ്പെട്ടവർ എത്ര 150 വർഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് ഇന്ന് എറണാകുളത്ത് കുടിയിറക്കാനായിട്ട് നോക്കിയത്. ഈ പാവങ്ങൾ എങ്ങോട്ടാ പോണ്ടിയത്? അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഈ പാവങ്ങൾ ഇവിടെ നിറക്കാനായിട്ട്. എത്രയോ വർഷങ്ങളായി അവിടെ കഴിയുന്ന ഈ പാവപ്പെട്ടവർ ഒരു നിമിഷത്തിൽ വന്നിട്ട് പറയുകയാണ് അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞ് എങ്ങോട്ടാ പോവുക? അധികാരവർഗങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. അധികാരം ഏറ്റെടുത്തിട്ട് 3-ാം നാൾ വന്നിട്ട് ഒരു പറ്റം പോലീസുകാരുമായിട്ട് വന്നിട്ട് ജനങ്ങളുടെ നേരിൽ ജലപീരങ്കി ഉപയോഗിച്ച് അടിച്ചൊതുക്കാമെന്ന് കരുതിയെങ്കിൽ അതിനെ എതിർക്കാനായിട്ട് ശക്തമായി ഇടതുപക്ഷ പ്രസ്ഥാനം ഉണ്ടാവും. അങ്ങനെയുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്നതാണക്കുള്ള അനീതിയൊന്നും കേരളത്തിന്റെ മണ്ണിൽ ഒരിക്കലും നടക്കില്ല. ഈ ചെങ്കൊടി ഉള്ളിടത്തോളം കാലം, ഈ ചെങ്കൊടി ഓരോരുത്തരുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള അനീതി കേരളത്തിൽ നടക്കില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, 10 വർഷം നിങ്ങളല്ലേ ഭരിച്ചതെന്ന്. ഈ 10 വർഷം അവരവിടെ നിറങ്ങിയില്ലല്ലോ. അവരെന്നാരെങ്കിലും ഇറക്കിയോ ഈ 10 വർഷം? ഈ പാവപ്പെട്ടവന്റെ കൂടെ എന്നും ഈ പാർട്ടി ഉണ്ടാവും എന്ന് പറയുന്നതിന് തെളിവാണിത്. ഈ പാർട്ടി അങ്ങ് നശിച്ചു പോയെന്ന് സ്വപ്നം കാണുന്നവർ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോഴാണ് ഇടതുപക്ഷത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാവുന്നത്. ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള കുറേ പരിപാടികളുമായിട്ട് ഈ സർക്കാരുകൾ വരും. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കരങ്ങളിൽ കരുത്ത് പകരാനായിട്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇടതുപക്ഷത്തിനോടൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.